ഇവർ ഈ കുട്ടികൾ ഓസ് താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴേക്ക് കുറച്ച് പണവുമായിട്ട് വരുന്നു. അവരുടെ 3 പെൺകുട്ടികളാണ്, അതിൽ 2 പേര് കല്യാണം കഴിച്ചു, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ സീനില്ല. ഞാൻ അന്ന് ഓഫീസിൽ ഇരിക്കുക, ഇത് എൻ്റെ ഓഫീസാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫോൺ വാങ്ങിച്ചു നോക്കി, GPay കാണിക്കാൻ പറഞ്ഞു. ആ GPayയിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കാണുന്നത്. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റ് 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതായപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു, കൃഷ്ണകുമാർ ഇവിടെ ആൾ കൂടിയുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ ഇപ്പം അവർ ഞങ്ങളുടെ കാലത്ത് തന്നെ കൊണ്ടുവരുന്നു. അവരുടെ ഭർത്താക്കന്മാർ കൂടെ ബൈക്കിൽ വരുന്നു. ഇവിടെ എന്താ മുകളിൽ, ഇതാണ് നിങ്ങൾ കണ്ടു കാണാം വീഡിയോയിൽ. അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങളതെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇതിൽ തന്നെ 69 ലക്ഷം രൂപയുടെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് ബഹളമൊക്കെ കാണിച്ച് നോക്കി. ഞങ്ങൾ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണോ, വെള്ളം വേണോ? അതാണ് ആഹാരയുടെ ഒക്കെ വീഡിയോയിൽ കാണാം. കാരണം നമുക്ക് വേറെ പല രീതിയിൽ സംസാരിക്കാൻ അറിയാം, പക്ഷെ അതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യും. ചിലർ ചോദിച്ചു, നിങ്ങളാരാ പോലീസിനെ പോലെ ചോദിക്കാൻ? അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം, വല്ലവൻ്റെയും പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഇതാണ് വിഷയം. അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പൈസ ഇപ്പം തന്നെ കൊണ്ടുവരാൻ. ഇതിൽ നിന്നൊരു ഭർത്താവ് പയ്യൻ വെളിയിൽ പോയി ഒരു 3-4 മണിക്കൂറിനകത്ത് ഒരു 8,83,000 രൂപ ക്യാഷ് കൊണ്ടിരുന്നു. ഒന്ന് ആലോചിക്കണം, പെട്ടെന്നൊരു 1.5 ലക്ഷം റേസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിലൊന്നും ചെയ്യാൻ. ഇതാണ് ഇവർ കൊണ്ടുവന്ന പൈസ.